എരുമപ്പെട്ടിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റിപ്പോർട്ട് വന്ന ശേഷം അത് കളക്ടർക്ക് കൈമാറുമെന്നും സുരേഷ് ഗോപി. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എരുമപ്പെട്ടിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. എരുമപ്പെട്ടി നെല്ലിക്കുന്നിൽ പാടശേഖരത്തിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീടിന്റെ പിറകിലെ ചായ്പിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങളും അസ്ഥികൂടത്തിനൊപ്പം ഉണ്ടായിരുന്നു. 3 വർഷം മുമ്പാണ് വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നത്. സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിനിടെ വീട് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി വരികയാണ്. ഇന്നലെ വൈകിട്ട് ചായ്പിന്റെ നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കുന്നംകുളം ACPക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. അസ്ഥികൂടത്തിന്റെ കാലപ്പഴക്കമടക്കം തിരിച്ചറിയുന്നത് അന്വേഷണത്തിൽ നിർണായകമാകും. വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനം നടത്തുന്നതിന് ഡോക്ടർ KG പത്മകുമാറിനെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് വന്ന ശേഷം അത് കളക്ടർക്ക് കൈമാറുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപാട് കോൾപ്പാടങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യമുള്ളത് കൊണ്ട്, സമൃദ്ധി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഇറിഗേഷൻ വകുപ്പിന്റെയും അഗ്രികൾച്ചർ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ശക്തമായി ആവശ്യമുണ്ട്. അതും ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ ആദ്യം ഇതിന്റെ കോപ്പി ഇന്ന് കളക്ടറെ ഏൽപ്പിച്ചു. കളക്ടർ ഇത് മുന്നോട്ട് കേരള സർക്കാരിലേക്ക് എത്തിക്കണം. ഇത് വളരെ പേഴ്സണൽ ഗ്രൗണ്ട്സിലാണ്. ഇത് MP ഓഫീസിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പണമോ ഒന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് പത്മകുമാർ സാറിന് നൽകേണ്ടതായ പണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണൽ നിലയിലാണ് ചെയ്യുന്നത്. അതിനൊരു ഫണ്ട് പിരിവും നടത്തിയിട്ടില്ല. അതിനൊരു സ്പോൺസർമാരെയും കണ്ടെത്തിയിട്ടില്ല. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച 14 സ്റ്റേഷനുകളിലെ തത്സമയ അൾട്രാവയലറ്റ് സൂചിക പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പതിച്ചത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ്. അൾട്രാവയലറ്റ് സൂചികയിൽ 8 രേഖപ്പെടുത്തിയ ഇവിടെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, പത്തനംതിട്ട ജില്ലയിലെ കോന്നി, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, പാലക്കാട് ജില്ലയിലെ തൃത്താല, മലപ്പുറം ജില്ലയിലെ പൊന്നാനി, വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നിവിടങ്ങളിലും യെല്ലോ അലർട്ടാണ്. അൾട്രാവയലറ്റ് സൂചിക 11-ന് മുകളിലാണെങ്കിൽ റെഡ് അലർട്ടും, 8 മുതൽ 10 വരെ ഓറഞ്ച് അലർട്ടും, 6 മുതൽ 7 വരെ യെല്ലോ അലർട്ടുമാണ് നൽകുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഗുരുവായൂർ കോട്ടപ്പടിയിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനകളുടെ തലപ്പൊക്ക മത്സരം നടത്തുന്നതിനിടെ ആനയുടെ ആക്രമണം. പാപ്പാനെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അരമണിക്കൂറോളം ഭീതി പരത്തിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് ശാന്തനാക്കി. ആനയെ പിന്നീട് എഴുന്നള്ളിച്ചു. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. സമന്വയ പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നതായിരുന്നു അനന്തപത്മനാഭനെ. ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കൊപ്പമാണ് അനന്തപത്മനാഭനെയും നിർത്തിയിരുന്നത്.
4 ആനകളെയും ഒരുമിച്ച് നിർത്തി പാപ്പാന്മാർ തലപ്പൊക്ക മത്സരം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ആന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്. അരമണിക്കൂറോളം ഭീതി പരത്തിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് ശാന്തനാക്കി. ആനയെ പിന്നീട് എഴുന്നള്ളിച്ചു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പിതൃമോക്ഷ പുണ്യം തേടി അന്നമനട ക്ഷേത്ര ആറാട്ടുകടവ് മണപ്പുറത്ത് ആയിരങ്ങളെത്തി. മണപ്പുറത്ത് ശിവരാത്രി ബലിതർപ്പണത്തിനായി എത്തിയ ഭക്തർക്കായി സ്റ്റാളുകളും താൽക്കാലിക ക്ഷേത്രവും ഒരുക്കിയിരുന്നു. പോലീസ്, ഫയർഫോഴ്സ് ആതുര സേവനം ലഭ്യമാക്കിയിരുന്നു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ചാലക്കുടി പുഴയുടെ ആറാട്ടുകടവിൽ ബലിതർപ്പണത്തിന് ആയിരങ്ങളെത്തി. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾ രാവിലെ 11 മണി വരെ നീണ്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാരുടെ കാർമ്മികത്വത്തിൽ പടവുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു ബലിതർപ്പണം. പിതൃക്കൾക്ക് ശ്രാദ്ധാഞ്ജലി അർപ്പിച്ച വിശ്വാസികൾ തുടർന്ന് പിണ്ടം പുഴയിൽ ഒഴുക്കി. കൂടപ്പുഴ ശിവ വിഷ്ണു ക്ഷേത്രത്തിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ നോമ്പുകാലത്തിന് മുന്നോടിയായി വിഭൂതി തിരുനാൾ ആചരിച്ചു. നെറ്റിയിൽ കരിക്കുറി വരച്ചുകൊണ്ടാണ് വിഭൂതി തിരുനാൾ ആചരിച്ചത്. അടിവാരം പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രം ഫാദർ ഡെയ്സൺ കവലക്കാട്ട്, സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ എന്നിവർ കാർമ്മികരായി. കുരിശുമുടിയിൽ ഫാദർ ജോഷി കോമ്പാറ്റക്കാരൻ കാർമ്മികരുമായി. പോട്ട ദേശീയ ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 18 മുതൽ 22 വരെ നടത്തുമെന്ന് ആശ്രമം ഡയറക്ടർ ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയാണ് കൺവെൻഷൻ. 18 രാവിലെ 9 ബിഷപ്പ് പോളി കണ്ണൂക്കടൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പുമാരായ തോമസ് തറയിൽ, വർഗീസ് ചക്കാലക്കൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. കൺവെൻഷൻ ദിവസങ്ങളിൽ പോട്ട ആശ്രമം ജംഗ്ഷനിൽ സൂപ്പർഫാസ്റ്റ് ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ ഫാദർ ജോസഫ് ഇരാമ്പിൽ, ഫാദർ ഫ്രാൻസിസ് കാർത്താനം, കോർഡിനേറ്റർ പോൾ അക്കര എന്നിവർ പറഞ്ഞു. മർച്ചന്റ് അസോസിയേഷൻ അന്നമനട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സുന്ദരമായ പഞ്ചായത്ത് അടുത്ത പ്രദേശങ്ങളിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതിന്റെ പേരാണ് അന്നമനട ഗ്രാമപഞ്ചായത്ത് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ പുതിയ ഭരണസമിതിക്ക് ലഭിച്ചിട്ടുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പഞ്ചായത്താണ്, അല്ലേ? ജില്ലാ പഞ്ചായത്ത് മെമ്പർ അങ്ങനെയല്ലേ? യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തങ്ങളാണ്. കാർഷിക മേഖലയിൽ ജലസേചനത്തിന്റെ കാര്യത്തിൽ, കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണം, അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടണം, വളം കിട്ടണം, സബ്സിഡി കിട്ടണം. അതുപോലെ കീടങ്ങളുടെ ശല്യം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ തെങ്ങിന്റെ കൃഷിയെ സംബന്ധിച്ചാണെങ്കിൽ 10 തെങ്ങുണ്ടെങ്കിൽ 5 തെങ്ങും കുഴപ്പമില്ല. അന്നമനട യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് ചെമ്പിലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ, വൈസ് പ്രസിഡന്റ് PD ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA ബൈജു, ധന്യ ദേവദാസ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി VO ഡേവിസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ജിൻസി ഡേവിസ്, KT ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കണമെന്നത് നിയമപരമായ ബാധ്യതയാക്കണമെന്ന് സിറ്റിസൺ ഇന്ത്യ ഫോറം സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൊടകര LP സ്കൂളിൽ ചേർന്ന കൺവെൻഷൻ ജീവൻ TV എക്സിക്യൂട്ടീവ് എഡിറ്റർ PJ ആന്റണി ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണമായ ഇന്ത്യയിൽ ആ എംബ്ലം തന്നെ നമ്മളോട് ഈ സംഘടനയെ കുറിച്ച് നമ്മളോട് പറയുന്നു. പക്ഷേ ഈ സംഘടന ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 8 കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഞാൻ 8 എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. 8 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു നിർദ്ദേശമായി സമർപ്പിക്കുക. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എംബ്ലത്തിൽ സൂചിപ്പിച്ച ത്രിവർണ്ണ പതാക 620 നാട്ടുരാജ്യങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഛിന്ന ഭിന്നമായി കിടക്കുന്ന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ സമര ഗാഥയാക്കി മാറ്റിയത് മഹാത്മാഗാന്ധി.
ഔസേപ്പച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PG മോഹനൻ, TG അജോ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, PK പോൾ, KC കാർത്തികേയൻ, ശിവദാസൻ, നന്ദ്യാട്ട്, മെരിറ്റ സെബാസ്റ്റ്യൻ, ജ്യോതി ദേവി K, മേരി സൈമൺ, ജെറോമി റെക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധിയായിട്ടുള്ള അധികാരങ്ങൾ വികേന്ദ്രീകരിച്ച് ഗ്രാമപഞ്ചായത്തുകളിലേക്ക്, ത്രിതല പഞ്ചായത്തുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാമമാത്രമായ വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഭൗതിക ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രം പദ്ധതി വിഹിതമായി ഒരു വർഷം ഏകദേശം 17 കോടി രൂപയോളം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗവൺമെൻറ്റും ഒക്കെ നോക്കുമ്പോൾ വലിയ കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഡിക്സൺ KJ പദ്ധതി രേഖ പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ, ജസ്റ്റിൻ PD, KC ജെയിംസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനയൻ തോട്ടാപ്പള്ളി, മിനി ദാസൻ, TS അഭിലാഷ്, മറ്റ് ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ആംസ്റ്റൺ മാഞ്ഞുള്ളി, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ, ആശ, അങ്കണവാടി, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വളരുന്ന കേരളം, തളരുന്ന ചാലക്കുടി എന്ന മുദ്രാവാക്യവുമായി LDF സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ ജാഥ ആരംഭിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി ജാഥ 18-ന് സമാപിക്കും. KS അശോകൻ ക്യാപ്റ്റനും, CV ജോഫി വൈസ് ക്യാപ്റ്റനും, ജോർജ് V ഐനിക്കൽ മാനേജറും, അഡ്വക്കേറ്റ് PI മാത്യു കോർഡിനേറ്ററുമായുള്ള ജാഥ 16-ന് രാവിലെ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാട് സെന്ററിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് മേലൂർ പഞ്ചായത്തിലെ അടിച്ചലിയിൽ സമാപിച്ചു. 17-ന് അതിരപ്പള്ളി പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ നിന്നും തുടങ്ങി കോടശ്ശേരി പഞ്ചായത്തിലെ നായരങ്ങാടിയിൽ സമാപിക്കും. 18-ന് ചാലക്കുടി നഗരസഭയിലെ മാർക്കറ്റ് പരിസരത്തു നിന്നും തുടങ്ങി കൊടകര പഞ്ചായത്തിലെ പുലിപ്പാറക്കുന്നിൽ സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ കുഴിച്ചിട്ട നിലയിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. റിപ്പോർട്ട് വന്ന ശേഷം അത് കളക്ടർക്ക് കൈമാറുമെന്നും സുരേഷ് ഗോപി. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.